എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്റ്റൈലിലുള്ള ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിത് കുക്കറിനകത്താണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 3 കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വേവുള്ള അരിയാണ്. ഞങ്ങൾ സാധാരണ കുറുവ അരിയൊക്കെ വെച്ചാണ് ചെയ്യാറുള്ളത്. വേവ് കുറവുള്ള അരിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഇതിപ്പോൾ സൂര്യാഗിയാണ് അരി. ഇനി ഇത് നന്നായിട്ട് കഴുകി വാരി വെക്കാം. ഇനി മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം. അതിലോട്ട് 1.25 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കണം. 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ ചതച്ചത്, ഒരു 5-6 ഗ്രാമ്പു, അതിനുശേഷം ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവോള കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. മീഡിയം സൈസിലൊരു സവോള. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുക്കുക. അതിനുശേഷം ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 7 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല, പച്ച വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല. തിളച്ച വെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കഴുകി വാരി വെച്ചിരിക്കുന്ന അരി കൂടെ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 വിസിലടുപ്പിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷർ മാറിക്കഴിയുമ്പം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുക. കിഡിലനായിട്ടുള്ള തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ റെസിപ്പി കമൻ്റായിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ്. തേങ്ങാച്ചോറും ബീഫൊക്കെ ആണെങ്കിൽ കിഡിലനാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.